ആന്റോ ആന്റണിയെ കെപിസിസി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നതിൽ കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കരുത്തുറ്റ നേതൃത്വം വേണമെന്നാണ് ആവശ്യം. മലബാർ രാഷ്ട്രീയത്തിലടക്കം ആന്റോ ആന്റണിക്ക് ഒന്നും ചെയ്യാനില്ലെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി കടന്നുപോകുന്നത് ഏറ്റവും മോശം അവസ്ഥയിലൂടെയെന്ന് ഒരു വിഭാഗത്തിന്റെ വിമർശനം. നേതാക്കൾ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിക്കും. നോബിൾ മാരിക്കാരനും ആർ റോഷിപാലും നമുക്കൊപ്പം. ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക്. നോബിൾ മാരിക്കാരൻ, പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കാനിരിക്കുമ്പോഴാണ് നേരത്തെ റോഷിപാൽ ബ്രേക്ക് ചെയ്ത വാർത്തയിൽ പറഞ്ഞ പേരുകാരനെ ചൊല്ലിയുള്ള അതൃപ്തി ഒരു വിഭാഗത്തിന് ഉയരുന്നത്. അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലായിടങ്ങളിലേക്കും എല്ലാ വിഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ചും ഘടകകക്ഷികളുമായി അടക്കം ചേർന്നു പോകുന്ന ഒരാൾ കെപിസിസി അധ്യക്ഷനാകണമല്ലോ. അതാണോ പ്രധാനമായും ആന്റോ ആന്റണിയോടുള്ള എതിർപ്പിന്റെ കാരണം? കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും നേതൃത്വത്തിൽ എത്തേണ്ട ആൾ പാർട്ടിയെ സുശക്തമായി തന്നെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന ആളായിരിക്കണം. കെ സുധാകരന് പകരം എത്തുന്ന ആൾ കെ സുധാകരൻ ഉള്ളതിന് ശക്തനായിരിക്കണം എന്നൊരു നിലപാട് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ഉണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ആന്റോ ആന്റണിയുടെ പേര് സജീവമായ ചർച്ചയിൽ ഉയരുമ്പോൾ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ തുടരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വലിയ അതൃപ്തി ഒരു ഭാഗം നേതാക്കൾക്ക് ഉണ്ട്. കാരണം ആന്റോ ആന്റണി മലബാർ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കിയാൽ മാത്രമാണ് ഇത്തവണ വീണ്ടും യുഡിഎഫിന് അധികാരത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം മേഖലകളിലേക്ക് എത്രത്തോളം ആന്റോ ആന്റണിയെ പോലൊരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്. ആ ചോദ്യമാണ് പല നേതാക്കളും ചോദിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ നമ്മളോട് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള അതൃപ്തികൾ നേതാക്കൾ ഹൈക്കമാൻഡ് അടക്കം അറിയിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി കഴിഞ്ഞാൽ നേതാക്കൾ ആ അതൃപ്തി അറിയിക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റും എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, ആ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ പേരുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. കാരണം മികച്ച പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് സാധാരണഗതിയിൽ എക്കാലത്തും കോൺഗ്രസിന് ഏറെ തലവേദന ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരുപാട് റിബൽ സ്ഥാനാർത്ഥികൾ പലയിടത്തും ഉണ്ടാകുന്ന കാഴ്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെയൊക്കെ കൃത്യമായി തന്നെ പിന്തിരിപ്പിക്കണമെങ്കിൽ അത്ര ശക്തനായ ഒരാൾ നേതൃനിരയിൽ ആവശ്യമാണ് എന്നത് പാർട്ടിക്കും നന്നായി അറിയാം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ ആന്റോ ആന്റണിക്ക് എത്രത്തോളം കഴിയും എന്നതാണ് ഉയർത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. എന്താണെങ്കിലും നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു തീരുമാനം ആന്റോ ആന്റണിയെ പോലുള്ള ആളുകളെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്നും ആ വിഭാഗം കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടുന്നതാണെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയും ആ പേരിലേക്ക് കാര്യങ്ങൾ എത്തുകയുമാണെങ്കിൽ ആ അതൃപ്തി നേതാക്കളെ അറിയിക്കും. കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിക്ക് തന്നെ സാധ്യത ഉണ്ട്. സുജയ, ഓക്കെ, റോഷിപാലിലേക്ക്. റോഷിപാൽ, പൊട്ടിത്തെറിക്കുമെന്നാണ് നോബിൾ മാരിക്കാരൻ പറയുന്നത്. പൊട്ടിത്തെറിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിലവിലുള്ള പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഒറ്റ പേരിലേക്ക്, എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ സാധ്യത? സുജയ പാർവതി, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലും അതിന് മുന്നേ തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ നേതൃമാറ്റം നടത്തിക്കഴിഞ്ഞു. സമാനമായി തന്നെയാണ് നേരത്തെ തന്നെ എഐസിസി തീരുമാനിച്ചത്. ഈ വർഷം അത് നേതൃമാറ്റത്തിന്റെ സംഘടന ശക്തിപ്പെടുത്തേണ്ട വർഷമാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും നേതൃമാറ്റമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി പകരം ആരെന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയിലുണ്ടായിരുന്നത്. നിലവിലെ സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആന്റോ ആന്റണിയെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. അതിനൊപ്പം തന്നെ ബെന്നി ബെഹനാൻ അടക്കമുള്ള പല നേതാക്കളുടെ പേരുകളുമുണ്ട്. ഏതായാലും വലിയ കാലതാമസമില്ലാതെ തന്നെ കെപിസിസി പുനഃസംഘടന പൂർത്തിയാക്കുക, അതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി, സംസ്ഥാന കോർ കമ്മിറ്റി ഉണ്ടാക്കുക. 11 കമ്മിറ്റിയായിരിക്കും. ഈ കമ്മിറ്റിയായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്തിമ തീരുമാനമെടുക്കുക. പ്രത്യേകിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിലടക്കം പ്രധാന പങ്ക് ഈ കോർ കമ്മിറ്റിക്കായിരിക്കും. അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഘടനാ സംവിധാനങ്ങൾക്ക് ഉൾപ്പെടെ രൂപം നൽകിക്കൊണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു പുനഃസംഘടന ലക്ഷ്യമിട്ടത്. അടിമുടി പുനഃസംഘടന നടത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെയുണ്ട്. കാരണം നേരത്തെ തന്നെ സംസ്ഥാനത്ത് വിവിധ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടും അത് തന്നെയാണ്. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളടക്കം പുനഃസംഘടിപ്പിക്കണം. പല നേതാക്കളും സജീവമല്ല, നിർണായക ഘട്ടത്തിൽ പോലും അവർ പ്രവർത്തിക്കുന്നില്ല എന്നടക്കമുള്ള അഭിപ്രായങ്ങളും വിലയിരുത്തലുകളുമുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു
നേതൃമാറ്റം. ആ നേതൃമാറ്റത്തിലൂടെ സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചുവരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിന്. പലയിടങ്ങളിലും അങ്ങനെ നേതൃമാറ്റം പരീക്ഷിച്ചതാണ്. അതിന് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഹൈക്കമാൻഡിന് സാധിച്ചുവെന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അതുപോലെ തന്നെയാണ് ബീഹാറിൽ അതുകൊണ്ടാണ് നേതൃമാറ്റം നേരത്തെ നടത്തിയത്. കേരളത്തിൽ ഉടനടി നേതൃമാറ്റം നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായും പ്രതിഫലിക്കും, അനുകൂലമായി പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നേതൃമാറ്റം ലക്ഷ്യമിട്ടത്. പക്ഷേ നേരത്തെ തന്നെ കെ സുധാകരൻ ഇക്കാര്യത്തിൽ എതിർപ്പുയർത്തിയിരുന്നു. സുധാകരനെ അനുകൂലിക്കുന്നവരൊക്കെ കടുത്ത എതിർപ്പുയർത്തി. ഒപ്പം ശശി തരൂർ അടക്കമുള്ള നേതാക്കളും സുധാകരനെ മാറ്റരുതെന്ന പരസ്യ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും നേതാക്കളെയൊക്കെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു പുനഃസംഘടന തന്നെയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നതും. അഹമ്മദാബാദിൽ നേതാക്കളൊക്കെയുണ്ട്, അവരുമായൊക്കെ ആശയവിനിമയം നടത്തും. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് ഹൈക്കമാൻഡ് ആലോചിച്ചത്. ഇനിയിപ്പോൾ കടുത്ത എതിർപ്പ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയർന്നാൽ മറ്റൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഓക്കെ, നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക്, പ്രതികരണങ്ങളിലേക്ക് എത്താം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിന്റെ അനുബന്ധമായി പുറത്തുവരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു റോഷിബാൽ ആൻഡ് നോബിൾ മാരിക്കാരൻ. ഈ വിവരത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ആന്റോ ആന്റണി അടക്കം പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം.